കണിക്കൊന്ന വെക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ഓർമ്മ വന്നേ ഒരു കഥയും കൂടി ഉണ്ട് കേട്ടോ. അതൊരു ചെറിയ കഥയാണ്. ഇതും ശരിയാണെന്നൊന്നും അറിയില്ല, എന്നാലും എനിക്കറിയുന്ന ഒരു ചെറിയ അറിവാണ്. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവര് ആരും ഉണ്ടാവില്ലല്ലോ, പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണന്റെ ആവുമ്പോ. അന്ന് നമുക്ക് കഥയിലോട്ട് പോവാം. കണിക്കൊന്ന എങ്ങനെ ഉണ്ടായതെന്ന് അറിയാവോ? പണ്ട് പണ്ട് ഗുരുവായൂര് ഒരു അമ്മയും മോനും താമസിച്ചിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ എന്നും മോന് വാത്സല്യത്തോടെ നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കും. ഉണ്ണിക്കണ്ണന്റെ കഥ കേട്ട് മോനാണെങ്കിൽ ഒരുപാട് ഇഷ്ടാവും ഉണ്ണിക്കണ്ണനെ. അങ്ങനെ കഥ കേട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനോട് ഭയങ്കര ഇഷ്ടായിട്ടോ. നല്ല ഇഷ്ടം എന്ന് വെച്ചാൽ നല്ല ഇഷ്ടായി. ഒരു വിഗ്രഹം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ണിക്ക്. ഉണ്ണി ആ വിഗ്രഹത്തിന്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കും. എന്താണെന്നറിയോ? നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ എനിക്ക് ഉണ്ണിക്കണ്ണനെ നേരിട്ട് കാണണം എന്നും പ്രാർത്ഥിക്കും. ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കായിരുന്നു. ഞാൻ എന്നും ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിക്കില്ലേ, എന്താ എന്റെ അടുത്തേക്ക് നേരിൽ വരാത്തെ? അങ്ങനെ വിഷമം പറഞ്ഞ് ഒരു കൂട്ടുകാരന്റെ അടുത്ത് പറയുന്നത് പോലെയാണ് കേട്ടോ ഉണ്ണി വിഷമം പറയുന്നത്. വിഷമം കേട്ട് ഉണ്ണിക്കണ്ണൻ എന്താ ചെയ്തതെന്നറിയോ? ഉണ്ണിയുടെ മുന്നിലോട്ട് പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. ഉണ്ണിക്കണ്ണന്റെ രൂപത്തിൽ തന്നെയാണ് വന്നത്. വന്നിട്ട് രണ്ടുപേരും ഒരുമിച്ച് കളിക്കൊക്കെ ചെയ്തു കേട്ടോ. ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഉണ്ണിയുടെ അടുത്ത് ഒരുപാട് നേരം കളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ഉണ്ണിക്കണ്ണൻ ഒരു പാറയിലിരുന്ന് സമ്മാനം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഉണ്ണീനെ വിളിച്ചിട്ടോ. എന്താണെന്ന് അറിയാവോ ആ സമ്മാനം? ഒരു അരയിലുള്ള ഒരു കിങ്ങിണിയാണ് കേട്ടോ കൊടുക്കാൻ വെച്ച സമ്മാനം. അതായത് കണ്ണന്റെ കിങ്ങിണിയിൽ നിന്ന് ഒരു മണി കൊടുക്കാനായിരുന്നു കേട്ടോ സമ്മാനം. അതാണെങ്കിൽ സ്വർണം പോലെ തിളങ്ങിയിരിക്കാട്ടോ. ഉണ്ണിക്കണ്ണന്റെ കിങ്ങിണി അറിയാലോ, നല്ല സ്വർണം പോലെ തിളങ്ങിയിരിക്കുന്നതല്ലേ ഉണ്ണിക്കണ്ണനെ പോലെ. അത് സമ്മാനിച്ചുകൊണ്ടാണ് കേട്ടോ ഉണ്ണിക്കണ്ണൻ അവിടുന്ന് പോയത്. ഉണ്ണി അത് കിട്ടിയ സന്തോഷത്തിൽ അത്ഭുതപ്പെട്ടിരിക്കുക. സന്തോഷം വന്നപ്പോ ഉണ്ണി വേഗം അമ്മയുടെ അടുത്തേക്ക് ഓടി ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അമ്മയാണെങ്കിൽ ഇതൊന്നും വിശ്വസിച്ചില്ല. അമ്പലത്തിൽ നിന്ന് കട്ടെടുത്തതാന്ന അമ്മ വിശ്വസിച്ചത്. ഉണ്ണിയുടെ കയ്യിൽ നിന്ന് നേരെ ആ കിങ്ങിണി പിടിച്ചു വാങ്ങിയിട്ട് ദൂരെയുള്ളൊരു മരത്തിലോട്ട് ഇട്ടു കേട്ടോ. അതൊരു കൊന്നമരായിരുന്നു. ഇട്ട വശം തന്നെ അതൊരു പൂക്കാൻ തുടങ്ങി. മഞ്ഞ പൂക്കളാണ് കേട്ടോ പൂത്തത്. സ്വർണം പോലെ തോന്നിക്കും. ഒരുപാട് മഞ്ഞപ്പൂക്കൾ പൂത്തു. ഇത് കണ്ട അമ്മയും ഉണ്ണി അത്ഭുതപ്പെട്ട് നിന്നു. ഇതെന്തേ സംഭവിക്കണേന്ന് വെച്ചിട്ട് കേട്ടോ. മരത്തിൽ കുറെ അധികം കൊല മഞ്ഞപ്പൂക്കള് വിടരാൻ തുടങ്ങിട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് വിരിയുന്ന കാണാൻ വേണ്ടിയിട്ട്. ഉണ്ണിയും അമ്മയാണെങ്കിൽ അത്ഭുതപ്പെട്ട് നോക്കിക്കാണ്. ആ പൂവിനെയാണ് കേട്ടോ നമ്മൾ കണിക്കൊന്നാന്ന് വിളിക്കുന്നത്. ഇതെന്റെ ഒരു ചെറിയ അറിവാണ് കേട്ടോ. ഈ രണ്ട് കഥയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു